ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ആരംഭിച്ച രക്ഷാപദ്ധതി ജനകീയമാക്കുന്നു. ജില്ലാ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത്. സാമ്പത്തിക കേസുകളിൽ വർഷങ്ങളായി ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ മറ്റൊരു തുരുത്താണ് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് തയ്യാറാക്കിയ രക്ഷാ ആപ്പ്. പദ്ധതി താഴേക്കിടയിലേക്ക് വ്യാപിക്കുന്നതിനായി ആദ്യഘട്ടം കോഴിക്കോട് ജില്ല ഉൾപ്പെടെ മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. രക്ഷാ ആപ്പ് ജനകീയമായാൽ മാത്രമേ പദ്ധതി വിജയിക്കുമെന്ന് IPM പ്രസിഡന്റ് RJ സജിത് പറഞ്ഞു. ഇതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ജില്ലാ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൌൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ ജില്ലാ ആക്ഷൻ കൌൺസിലുകളും മുമ്പോട്ട് വയ്ക്കുന്ന ക്യാമ്പയിനുകളാണ്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള ക്യാമ്പയിനുകളുണ്ട്. അതിൽ ഗോദാരമതികളുടെ സഹായമാണ് നമുക്ക് വേണ്ടുന്നത്. പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിൽ അതത് പ്രദേശത്തെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയാണ് രൂപീകരണം. ഞായറാഴ്ച കോഴിക്കോട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. നാടിന്റെ വിഷയമായി പൊതുജനം ഇത് ഏറ്റെടുക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിലർ P. പ്രസീന പറഞ്ഞു. പ്രമുഖരെയും കാണാനും നമുക്ക് വേണ്ട എല്ലാ നടപടികളും അവരെ പുറത്തിറക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം നല്ലൊരു റമദാൻ മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. എല്ലാവരും പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പോടെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത്. വൈസ് ചെയർമാൻമാരായി KV ജയദേവൻ, TK മൊയ്തീൻ കോയ, കൺവീനർ AK മൻസൂർ, ജോയിന്റ് കൺവീനർമാരായി T. സുജിത്, P. വിനോദ്, ട്രഷറർ AK അഫ്സൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് RJ സജിത്, ജോയിന്റ് സെക്രട്ടറി എറീന ഭാസ്കർ, KK രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചീകരണ